ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി NABH ഫസ്റ്റ് എഡിഷനിലിരുന്ന് 6th എഡിഷൻ വരുമ്പോൾ നമ്മുടെ ഹോസ്പിറ്റലുകളുടെ ക്വാളിറ്റിയുടെയും സേഫ്റ്റിയുടെയും അഷുറൻസ് വളരെയധികം ഫൈൻ ട്യൂൺ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഈ NABH 6th എഡിഷൻ ബുക്കിൻ്റെ പ്രിൻറ്റിങ് അതിൻ്റെ പ്രൂഫ് റീഡിങ്ങിൻ്റെയും ക്വാളിറ്റിയെക്കുറിച്ചല്ല പറഞ്ഞത്. കാരണം നമ്മളിപ്പം ഒരു 136 ഒബ്ജക്റ്റീവ് എലമെൻസ് ഉള്ള രണ്ടാമത്തെ ചാപ്റ്റർ അതിൻ്റെ സമ്മറിയിൽ 135 എഴുതിയിരിക്കുന്നതും മറ്റ് പല പേജുകളിലും നമ്മൾ കാണുന്ന ക്വാളിറ്റി ലോസ്, പക്ഷേ ഈ സ്റ്റാൻഡേർഡ് പ്രൊവൈഡ് ചെയ്തതിൻ്റെ ലക്ഷ്യത്തെ ഒരിക്കലും ഇല്ലാതാക്കുന്നില്ല. വളരെ അധികം നമ്മളുടെ ചിന്താഗതിയെ മാറ്റാനായിട്ട് ഈ സ്റ്റാൻഡേർഡുകൾക്ക് പറ്റിയിട്ടുണ്ട്. കാരണം AAC 7 നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ദർ ഈസ് ആൻ എസ്റ്റാബ്ലിഷ്ഡ് ലബോറട്ടറി ക്വാളിറ്റി അഷുറൻസ് ആൻഡ് സേഫ്റ്റി പ്രോഗ്രാം എന്ന ഒരു സ്റ്റാൻഡേർഡാണ് കാണുന്നത്. നമ്മുടെ ലാബുകളിൽ നമുക്ക് നേരത്തെ നമ്മൾ കണ്ടതാണ്, തൊട്ടുമുമ്പത്തെ സ്റ്റാൻഡേർഡിൽ നമുക്ക് വേണ്ടുന്ന സർവീസസ് അതൊരു സ്റ്റാൻഡേർഡ് മാനറിൽ പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് കഴിയണം. അതെങ്ങനെയാണെന്നെല്ലാം നമ്മൾ കണ്ടതാണ്. ഇവിടെ ആ ലാബ് വളരെ വ്യക്തമായ ക്വാളിറ്റി അഷുറൻസും സേഫ്റ്റി പ്രോഗ്രാംസും ഉള്ളതായിരിക്കണം. സിമ്പിൾ. മൊത്തം 7 ഒബ്ജക്റ്റീവ് എലമെൻറ്റ്സ് ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെടുന്നതിൽ 6 കമ്മിറ്റ്മെൻറ്റ് കാറ്റഗറിയാണ്. ഒരെണ്ണം മാത്രം എക്സലൻസ് ആണ്. 4 വർഷത്തിനപ്പുറം നമ്മൾ ഈ അക്രഡിറ്റേഷൻ കണ്ടിന്യൂ ചെയ്യാൻ നേരം ഉപയോഗിക്കേണ്ടി വരുന്നതാണ്. ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്, തെറ്റില്ല. കാരണം നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ സ്റ്റാൻഡേർഡിനെ കൂട്ടാൻ അത് പോയിരിക്കും. ഈ ഒരു സ്റ്റാൻഡേർഡിൽ പ്രധാനമായിട്ട് പറയുന്നത് നമ്മളുടെ ലാബിന് കൃത്യമായ ഒരു ക്വാളിറ്റി പ്രോഗ്രാം ഉണ്ടാകണമെന്നും അത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ക്വാളിറ്റി ടെസ്റ്റുകളിൽ കൂടെ കൺട്രോൾ ചെയ്യപ്പെടണമെന്നും ആ ക്വാളിറ്റി അഷുറൻസ് നമ്മൾ ഉറപ്പുവരുത്തുന്നതിന് നമുക്ക് ചില സ്കീമുകൾ ഉണ്ടാകണമെന്നും ക്ലിനിക്കോ പത്തോളജിക്കൽ മീറ്റിംഗ്സ് നമ്മൾ നടത്തണമെന്നും ഒരു സേഫ്റ്റി പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവണമെന്ന് ആദ്യം ക്വാളിറ്റികളെ കുറിച്ച് പറഞ്ഞിട്ട് പിന്നീട് നമ്മൾ അങ്ങോട്ട് സേഫ്റ്റിയെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ ലാബിൽ അവിടെ ജോലി ചെയ്യുന്നവർക്ക് വ്യക്തിപരമായി സേഫ്റ്റി ഉണ്ടാവണം, അതിനുള്ള ട്രെയിനിങ്ങുകൾ ഉണ്ടാവണം, അതിനുള്ള പ്രാക്ടീസസ് ഉണ്ടാവണം. കൃത്യമായ സേഫ്റ്റി മെഷേഴ്സ് നമ്മുടെ ലാബിനുള്ളിൽ പാലിച്ചിരിക്കണം. ഇത്രയും കാര്യങ്ങൾ വളരെ സിമ്പിൾ. ക്വാളിറ്റി ഓഫ് അവർ ലാബ് ആൻഡ് സേഫ്റ്റി ഓഫ് അവർ ലാബ് ടെക്നീഷ്യൻസ് ഓർ എംപ്ലോയീസ് ആൻഡ് സേഫ്റ്റി മെഷേഴ്സ് ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻസ്, ഇതിനെക്കുറിച്ചാണ് ആക്സസ് അസസ്മെൻറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ എന്ന് പറഞ്ഞ NABH 6th എഡിഷൻ്റെ ആദ്യത്തെ അധ്യായത്തിലെ 7ാമത്തെ സ്റ്റാൻഡേർഡ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കത് വിശദമായി ഒന്ന് പരിശോധിക്കാം.